ഹലോ ഗൈസ്, 2:40 ഞാൻ ഒരു മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ റിവ്യൂ പറയാൻ വന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതുവരെ എൻ്റെ അക്കൗണ്ടിൽ 2 റിവ്യൂസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് റിപ്ലൈസും കമന്റ്സും കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാറിന്ന് റിവ്യൂ പറഞ്ഞത് മാറ്റണം, എനിക്ക് ഷിവറിംഗ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ. ഇങ്ങനെ മെയിൻ സ്ട്രീം മൂവീസ് അല്ലാതെ വേറെ മൂവീസ് നോക്കണം, അങ്ങനെ ഒരുപാട് എനിക്കൊരു കമന്റ്സ് എന്റെ ഫ്രണ്ട്സിന്റെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് പരിഗണിക്കാം. പിന്നെ യൂട്യൂബിൽ തുടങ്ങാൻ പലരും പറയുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ ഒന്നതായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ റിവ്യൂ വരാറുള്ളത്. അപ്പൊ ഇന്നിപ്പോ കണ്ട മൂവി ബ്ലാസ്റ്റ് ആണ്. മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി മൂവിയാണ്, വിഷയം മൂവിയാണ്, എല്ലാവരും കാണേണ്ട. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം നോക്കിയപ്പോൾ തന്നെ ഫുൾ ബുക്കിംഗ് ആയിരുന്നു, എല്ലായിടത്തും ബുക്കിംഗ് ആയിരുന്നു, സീറ്റ് ഒന്നും കിട്ടാനില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ MOTയിൽ നോക്കിയപ്പോഴത്തേക്കും എക്സ്ട്രാ ഷോ ഒരു 11:20 ഒരു എക്സ്ട്രാ ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ കണ്ടതാണ്. അടിപൊളി മൂവിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കാട്ടാളം കണ്ടു, റിവ്യൂ ഇടാത്തതാണ്. എന്നെ കൊണ്ട് എനിക്ക് തോന്നിയില്ല അതിനെന്ത് റിവ്യൂ പറയാനുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ വിട്ടതാണ്. പക്ഷെ അതിന്റെ ഒരു ക്ഷീണം മാറ്റിയിട്ടുണ്ട്. അടിപൊളി മൂവി. പ്രത്യേകിച്ച് ആക്ഷൻ കിങ് അർജുൻ, ഐ ഗസ് ഹി ജസ്റ്റ് നീഡ് എ ഗുഡ് ഡയറക്ടർ ഫോർ ടു എക്സ്പ്രസ് ഹിംസെൽഫ് എന്നെനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. പുള്ളി ഈ ചെന്ന് കച്ചറ പടങ്ങൾ ചെയ്യണേക്കാട്ടും ഇത് നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് രവി ബസ്രൂറിന്റെ മ്യൂസിക്കാണ്. ഞാനും കാട്ടാളം കണ്ടതാണ്. അതിൽ എനിക്ക് തോന്നുന്നു ആവശ്യമില്ലാതെ എല്ലായിടത്തും മ്യൂസിക് ഇട്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. എല്ലായിടത്തും മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു രക്ഷയില്ല. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യത്തെ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഈ അർജുൻ പറയുന്ന പോലെ എങ്ങനെയാണ് ഒരു ഗേൾ ചൈൽഡിനെ വളർത്തുക എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രീതി മുകുന്ദൻ, പിന്നെ അഭിരാമി, ഒരു രക്ഷയില്ല. ചില സമയത്ത് അഭിരാമിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതൊന്നും എത്രയോ അടിപൊളിയായിട്ട് ആക്ഷനൊക്കെ വരുമ്പോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രീതി മുകുന്ദൻ അടിപൊളിയാണ്. സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് പ്രീതി മുകുന്ദന്റെ റോൾ എന്നുള്ളത്. അതുപോലെ തന്നെ എൻഡ് വരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ഹോൾ മൂവി ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ചില സമയത്ത് നമ്മളെ ചില മൂവീസ് ഉണ്ടാവും, അത് നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യില്ല. ഇത് കാണാൻ പോണോ വേണ്ടേ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോഴും അതുപോലത്തെ ഒരു മൂവിയാണിത്. ഞാൻ യൂഷ്വലി എപ്പോഴും എനിക്കറിയാം ഏത് മൂവി കാണാൻ പോകണം. അപ്പൊ ഞാനത് നേരത്തെ പ്ലാൻഡ് ആയിരിക്കും, ഇതെനിക്ക് കാണാൻ പോകണം എന്നുള്ളത്. പക്ഷെ ബ്ലാസ്റ്റ് ഒരിക്കലും എന്റെ വാച്ചിങ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, പ്ലാൻഡ് അല്ലായിരുന്നു. പക്ഷെ നല്ല 2-3 റിവ്യൂ കേട്ടത് കൊണ്ട് പോയതാണ്. പക്ഷെ 100% സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. എന്ന് വെച്ചാൽ നല്ലൊരു